റെസീറ്റ് കാണാതായ വിഷയം. ഇപ്പോൾ റെസീറ്റ് അച്ചടിച്ചപ്പോൾ സാധാരണ ഇടതു ജനാധിപത്യ ഇടതു എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. പക്ഷേ അക്ഷരപ്പിശക് വന്നു. അക്ഷരപ്പിശക് വന്നപ്പോൾ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി മധുവല്ല നിർദ്ദേശം കൊടുക്കുന്നത് അത് മാറ്റി പുതിയ 6 റെസീറ്റുകളാണ്. പുതിയ റെസീറ്റ് ബുക്ക് അച്ചടിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ അച്ചടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അച്ചടിച്ചു. പക്ഷെ അതിലൊരു വീഴ്ച സംഭവിച്ചു. ഈ 6 റെസീറ്റ് ബുക്കുകൾ അക്ഷര പെശകുള്ളതുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നശിപ്പിക്കണമായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പണം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് കൊടുത്ത റെസീറ്റ് ഈ റെസീറ്റ് ബുക്കായിപ്പോയി. ഓഫീസിനകത്ത് സംഭവിച്ചതാണ്. മാറ്റി അച്ചടിച്ച റെസീറ്റാണ്. ആ റെസീറ്റ് ബുക്ക് മധു ടി.എ. മധുസൂദനൻ പണം പിരിച്ച റെസീറ്റല്ല. ടി.എ. മധുസൂദനൻ പണം പിരിച്ച റെസീറ്റല്ല. ഈ 2 റെസീറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ 2 റെസീറ്റിൽ 2 തരം റെസീറ്റ് എന്ന് പറയുന്ന ആദ്യം ഒഴിവാക്കിയ റെസീറ്റിൽ പണം പിരിച്ചത് ടി.എ. മധുസൂദനനല്ല. ഓഫീസിൽ നിന്ന് കൊടുത്തപ്പോൾ ഒഴിവാക്കിയ റെസീറ്റ് എടുത്ത് കൊടുത്തുപോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചത് മറ്റൊരു പാർട്ടി നേതാവാണ്. ആ പിരിച്ചതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുമുണ്ട്, പാർട്ടിക്ക് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്താ, ഇത് വെച്ചുകൊണ്ട് 2 തരം റെസീറ്റ് അച്ചടിച്ചു. ഇത് പണപ്പിരിവിൽ തട്ടിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലുള്ള പ്രചരണമാണ് നടത്തിയത്. പാർട്ടിക്കകത്ത് ഉന്നയിച്ച കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാർട്ടി കണ്ടത് ഈ ഓഫീസിൽ പ്രത്യേകമായിട്ട് മണ്ഡലം കമ്മിറ്റി മെമ്പർമാർക്ക് ഈ കണക്ക് സംബന്ധിച്ചുള്ള ചുമതല നൽകിയിരുന്നില്ല. ഓഫീസ് സെക്രട്ടറി വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത് വേണ്ടത്ര ഗൗരവത്തോടെയല്ല കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, നഷ്ടപ്പെട്ടുവെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു റെസീറ്റ് ബുക്ക് സഖാവ് ടി.എ. മധുസൂദനെ ഏൽപ്പിച്ച റെസീറ്റ് ബുക്കായിരുന്നു. ആ റെസീറ്റ് ബുക്ക് പിന്നീട് അദ്ദേഹം തന്നെ ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തിരക്കിനിടയിൽ പുസ്തകത്തിൻ്റെ ഇടയിലോ മറ്റോ പെട്ടുപോയതാണ്, അത് ഞാൻ നോക്കി കണ്ടെത്തി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ അദ്ദേഹം തന്നെ ആ റെസീറ്റ് ബുക്ക് കണ്ടെത്തി പാർട്ടി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടി.എ. മധുസൂദനന് കിട്ടിയിട്ടുള്ള റെസീറ്റ് ബുക്ക് കൃത്യമായി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് വിശദമായിട്ടുള്ള പരിശോധന ഓഡിറ്റർമാർ നടത്തി. അപ്പോൾ റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു. ആ ബുക്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പണം രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു തെളിവും പാർട്ടിയുടെ മുന്നിലില്ല. ഓഡിറ്റർമാർ ഇത് വിശദമായ പരിശോധന നടത്തി. ഇത് ഓഫീസ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നുള്ള ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടു. അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു.